പെരിങ്ങോംവൈക്കര പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവൃത്തിയിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണം. UDF. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. പെരിങ്ങോംവൈക്കര പഞ്ചായത്തിലെ വാതക ശ്മശാനം നിർമ്മാണത്തിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയും പ്രതിഷേധ പരമ്പര സംഘടിപ്പിക്കുമെന്നും വാതക ശ്മശാനം പ്രവൃത്തിയിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നും UDF ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 26-ന് വൈകുന്നേരം 4 മണിക്ക് പെരിങ്ങോം ടൗണിൽ പൊതുയോഗവും നടത്തും. ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർക്കേണ്ട സാഹചര്യം പെരിങ്ങോംവൈക്കര ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ക്രമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എതിരുമായിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർക്കേണ്ട കാരണം. പെരിങ്ങോംവൈക്കര ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ വാതക ശ്മശാനം അഥവാ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മാണത്തിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും മറ്റ് കെടുകാര്യസ്ഥതയിലേക്ക് പ്രതിഷേധ പരമ്പര തന്നെ സംഘടിപ്പിക്കുന്നു. 26/2/2020 വൈകുന്നേരം 4 മണിക്ക് പൊതുയോഗം നടത്തപ്പെടുന്നു. പെരിങ്ങോംവൈക്കര ഗ്രാമപഞ്ചായത്ത് വാതക ശ്മശാനം പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം 4/6/2019 146/2019 തീരുമാനപ്രകാരം വാതക ശ്മശാന നിർമ്മാണം ഇന്നേക്ക് ആരംഭിച്ചിട്ട് 5 വർഷവും 8 മാസവും 10 ദിവസവുമായി. ആയത് ഇന്ന് പൂർത്തിയാക്കും എന്ന് പഞ്ചായത്ത് അധികൃതരോട് ചോദിക്കുകയാണ്. യാതൊരുവിധ സർക്കാർ ചട്ടങ്ങളും മറ്റു നിയമങ്ങളോ ടെൻഡർ നടപടികളോ പാലിക്കാതെയാണ് പ്രൊജക്ട് നമ്പർ S0029/2020 ആയി തൃശ്ശൂരിലെ സിൽക്ക് സ്മോൾ ഇൻഡസ്ട്രി കേരള ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് 64,33,400 രൂപയ്ക്ക് നിർമ്മാണ പ്രവൃത്തി ഏൽപ്പിച്ചത്. ഈ നിർമ്മാണ പ്രവൃത്തിക്ക് അനുമതി നൽകിയത് ശുചിത്വ മിഷൻ കണ്ണൂരാണ്. അവരുടെ ശുചിത്വ മിഷന്റെ അനുമതി വാങ്ങിയല്ല നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ തുടങ്ങിയത്. 64,33,400 രൂപയ്ക്ക് ഉടമ്പടി സിൽക്കിന് വെക്കുകയും ആയതിന്റെ എസ്റ്റിമേറ്റ് സിൽക്ക് കൊടുത്തത് 59,33,306 രൂപയ്ക്കാണ് സിൽക്ക് നൽകിയത്. പെരിങ്ങോംവൈക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് വാതക ശ്മശാനം നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് 6 വർഷമാകുകയാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ UDF പെരിങ്ങോംവൈക്കര പഞ്ചായത്ത് ചെയർമാൻ KM കുഞ്ഞപ്പൻ, UDF പയ്യന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ M ഉമ്മർ, പെരിങ്ങോം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AK രാജൻ, കൊട്ടില മുഹമ്മദ് കുഞ്ഞി, M ശ്രീധരൻ, അയൂബ് വട്ടിയര, M ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. സിൽക്കും CPM-ഉം കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കോൺട്രാക്റ്റുകളും CPM നൽകുന്നത് സിൽക്കിനാണ്. അതുപോലെ റെയ്ഡ്കോനുമാണ്. കെട്ടിട നിർമ്മാണം 70% പൂർത്തിയാക്കി അംഗീകാരത്തിനായി പഞ്ചായത്ത് ശുചിത്വ മിഷനെ സമീപിച്ചപ്പോൾ ശുചിത്വ മിഷൻ അംഗീകാരം നൽകിയില്ല. അനുമതി ലഭിക്കാത്തതിനാൽ പദ്ധതി 2 വർഷം താമസിച്ചു. വെറുതെ കടലാസിൽ ഒതുങ്ങിക്കിടന്നു. 2018-19 തന്നെ ഇതേ ആവശ്യങ്ങൾക്കായി ഭരണസമിതി 10 ലക്ഷം രൂപ തനത് ഫണ്ട് കൂടി LSTD-NGA-ക്ക് നൽകുകയുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതി പല തവണകൾ അപ്പോൾ ശുചിത്വ മിഷന് ഗത്യന്തരമില്ലാതെ ശുചിത്വ മിഷൻ അംഗീകാരം നൽകുകയാണ് ഉണ്ടായത്. ആ അംഗീകാരം നൽകാത്തത് കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ എന്ന പഞ്ചായത്ത് സെക്രട്ടറി ശുചിത്വ മിഷനെ കൊണ്ട് അംഗീകരിക്കുന്നതിന് വേണ്ടി ഒരു ലെറ്റർ എൻ്റെ തന്ന വിവരാശ രേഖയിലുണ്ട്. അതായത് ശുചിത്വ മിഷനെ കൊണ്ട് അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സിൽക്കിന്റെ ഫണ്ട് മാറാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള കത്ത് പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തതുണ്ട്, വിവരാശ രേഖയിലുണ്ട്. അതിനുശേഷം പണി നടക്കാത്തപ്പോൾ ഇതിനെ 2ആയി വിഭജിച്ചു പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം. 1 കെട്ടിട നിർമ്മാണവും 2 ഫർണസ് ചിമ്മിണി നിർമ്മാണവും. സിൽക്കിന് പൈസ കൊടുക്കാത്തതുകൊണ്ട് ആ പണി ഇന്നും കടലാസ് രേഖയായിട്ട് ശ്മശാനത്തിന് മുമ്പതായിട്ട് ആ ശ്മശാനത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ശ്മശാനം ഇന്ന് കിടക്കുന്ന കാട് കിടക്കുന്ന രീതിയിലാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ ഫർണസ് നിർമ്മാണം ചിമ്മിണി നിർമ്മാണം ഏൽപ്പിച്ചത് റെയ്ഡ്കോനെയാണ്. നിയമപ്രകാരം റെയ്ഡ്കോനെ ഏൽപ്പിക്കാൻ ഒരു സാധ്യത പാടില്ല. കാരണം ടെൻഡർ നടപടിയില്ലാതെ ഒരു ഗവൺമെന്റ് ബിൽഡിങ്ങുകളോ പാലങ്ങളോ തോടുകളോ ഒന്നും തന്നെ ടെൻഡർ മുഖേന അല്ലെങ്കിൽ അക്രഡിറ്റഡ് ഏജൻസി മുഖേന കൊടുക്കാൻ പറ്റും. പക്ഷേ റെയ്ഡ്കോ ടെൻഡർ മുഖേന നൽകാത്തതുകൊണ്ട് അത് ശുചിത്വ അംഗീകരിച്ച അത് റെയ്ഡ്കോന് നൽകിയത് 38 ലക്ഷത്തി, അതായത് ഫർണസ് ചിമ്മിണി നിർമ്മാണം റെയ്ഡ്കോന് നൽകിയത് 38,19,340 രൂപയ്ക്ക് റെയ്ഡ്കോന് പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കാറ്. ടെൻഡറൊന്നുമില്ല, നടപടികളൊന്നുമില്ല, നിയമങ്ങളോ ചട്ടങ്ങളോ പാലിക്കാതെ റെയ്ഡ്കോന് നിങ്ങൾ പണിയെടുക്കണം. സാധാരണ നാടൻ പണിക്കാരോട് പറഞ്ഞ പണി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിലും അവർ എസ്റ്റിമേറ്റ് കൊടുത്തത് 35 ലക്ഷം രൂപക്കാണ്.
3 ലക്ഷം രൂപ അത് അവിടെ അത് ടാക്സ് അടക്കം GST അടക്കമുള്ള എസ്റ്റിമേറ്റ് തുകയാണ് കൊടുക്കുന്നത്. അത് പിടിച്ച് കിടക്കുകയാണ്. അവിടെ ജനലിന്റെ പണിയുണ്ട്, സിമെന്റിന്റെ പണിയുണ്ട്, തഴയുടെ പണിയുണ്ട്, തേപ്പിന്റെ പണിയുണ്ട്, പിന്നെ കതകിന്റെ പണിയുണ്ട്, എല്ലാം ബാക്കി കിടക്കുന്നു. ഒന്നും പൂർത്തിയായിട്ടില്ല. ഇതെന്ന് പൂർത്തിയാകും എന്നുള്ള നിലയിൽ നമുക്കറിയണം. അപ്പോൾ ഇത്രയും പൈസ, അതായത് തനത് ഫണ്ട് ഒരു 35 ലക്ഷം രൂപയോളം സാധാരണ നാട്ടിലെ പാലങ്ങൾക്കും റോഡുകൾക്കും ഉപയോഗിക്കേണ്ട പൈസ ഇവരുടെ പഞ്ചായത്തിന്റെയും സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും നിരുത്തരവാദപര പ്രവർത്തനം കാരണം ഈ പഞ്ചായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പൈസ ഒന്നിക്കൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടിക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഭരണസമിതിയിൽ നിന്ന് പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗിൽ നിന്ന് പിടിക്കണം എന്നാണ് UDF ആവശ്യപ്പെടാൻ. അല്ലാത്ത പക്ഷം ഈ നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ തീരുമാനം. പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.